നമസ്കാരം. കളരി സ്പന്ദനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അപർണ മോഹൻ. ശ്രീമദ് ഭഗവത്ഗീതയുടെ കഴിഞ്ഞ ലക്കത്തിൽ 6-ാമത്തെ അധ്യായത്തിലെ 20 മുതൽ 23 വരെ ശ്ലോകങ്ങൾ നാം കണ്ടു കഴിഞ്ഞു. ഇനി 24-ഉം 25-ഉം ഒരുമിച്ച് വായിക്കാം. സങ്കൽപ്പ പ്രഭവാൻ കാമാൻ ത്യക്ത്വാ സർവാനശേഷത മനസൈവേന്ദ്രിയഗ്രാമം വിനിയമ്യ സമന്ദത ശനൈരുപരമേത് ബുദ്ധ്യാ ധൃതിഗൃഹീതയാ ആത്മസംസ്ഥം മനഃകൃത്വാ ന കിഞ്ചിദപി ചിന്തയേത്. അന്വയം: സങ്കൽപ്പപ്രഭവാൻ സർവാൻ കാമാൻ അശേഷതഃ ത്യക്ത്വാ. സങ്കല്പങ്ങളിൽ നിന്നുണ്ടാകുന്ന എല്ലാ കാമങ്ങളെയും നിശ്ശേഷം ത്യജിച്ചിട്ട് സമന്തതഃ ഇന്ദ്രിയഗ്രാമം മനസാ ഏവ വിനിയമ്യ. ചുറ്റുപാടുകളിൽ നിന്ന് ഇന്ദ്രിയ സമൂഹത്തെ മനസ്സുകൊണ്ട് തന്നെ അടക്കി ധൃതി ഗൃഹീതയാ ബുദ്ധ്യാ മനഃ ആത്മസംസ്ഥം കൃത്വ. ധൈര്യത്തോടു കൂടിയ ബുദ്ധി കൊണ്ട് മനസ്സിനെ ആത്മസ്വരൂപത്തിൽ ഉറപ്പിച്ചിട്ട് ശനൈഹി ഉപരമേത് കിഞ്ചിദപി ന ചിന്തയേത്. പതുക്കെ പതുക്കെ നിവർത്തിപ്പിക്കണം, മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കരുത്. അതായത് സങ്കല്പങ്ങളിൽ നിന്ന് ജനിക്കുന്ന സർവകാമങ്ങളെയും നിശേഷം ഉപേക്ഷിച്ചിട്ട് ചുറ്റുപാടുകളിൽ നിന്ന്, അതായത് സകല വിഷയങ്ങളിൽ നിന്നും ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും മനസ്സുകൊണ്ട് തന്നെ അടക്കി ധൈര്യത്തോടു കൂടിയ ബുദ്ധിയാൽ മനസ്സിനെ ആത്മസ്വരൂപത്തിൽ ഉറപ്പിച്ച് ക്രമമായ അഭ്യാസം മുഖേന നിവൃത്തനാകണം. ആത്മാവിനെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെയും പറ്റി ചിന്തിക്കരുത്. ബാഹ്യ ആഭ്യന്തര വിഷയങ്ങളിൽ നിന്നും ഇന്ദ്രിയങ്ങളിൽ നിന്നും മനസ്സിനെ പൂർണ്ണമായി പിൻവലിച്ച് ആത്മസ്വരൂപത്തിൽ തന്നെ ഉറപ്പിച്ചു നിർത്തണമെന്ന് സാരം. ശ്ലോകം 26. യതോ യതോ നിശ്ചരതി മനശ്ചഞ്ചലമസ്ഥിരം തതസ്തതോ നിയമ്യേതത് ആത്മന്യേവ വശം നയേത്. അന്വയം: ചഞ്ചലം അസ്ഥിരം മനഃ യതഃ യതഃ നിശ്ചരതി. ഇളകുന്നതും ഉറച്ചു നിൽക്കാത്തതുമായ മനസ്സ് ഏതേത് വിഷയത്തിൽ നിന്നും സഞ്ചരിക്കുന്നുവോ തതഃ തതഃ ഏതത് നിയമ്യ ആത്മനി ഏവ വശം നയേത്. അതാതിൽ നിന്ന് അതിനെ പിന്തിരിപ്പിച്ചിട്ട് ആത്മാവിൽ തന്നെ അധീനമാക്കി നിർത്തണം. അതായത് എപ്പോഴും ഇളകിക്കൊണ്ടിരിക്കുന്നതും ഒരിടത്തും ഉറച്ചു നിൽക്കാത്തതുമായ മനസ്സ് ഏതേത് വിഷയത്തിൽ പ്രവേശിക്കുന്നുവോ അതാതിൽ നിന്നെല്ലാം അതിനെ പിന്തിരിപ്പിച്ചിട്ട് ആത്മാവിൽ തന്നെ ഉറപ്പിച്ചു നിർത്തണം. ശ്ലോകം 27. പ്രശാന്തമനസം ഹ്യേനം യോഗിനം സുഖമുത്തമം ഉപൈതി ശാന്തരജസം ബ്രഹ്മഭൂതമകൽമഷം. അന്വയം: ശാന്തരജസം പ്രശാന്തമനസം അകൽമഷം ബ്രഹ്മഭൂതം ഏനം യോഗിനം. രജോഗുണം നീങ്ങി ശാന്തമനസ്സായവനും പാപരഹിതനും ബ്രഹ്മമായി തീർന്നവനുമായ ഈ യോഗിയെ ഉത്തമം സുഖം ഉപൈതീഹി, ശ്രേഷ്ഠമായ സുഖം പ്രാപിക്കുന്നു. അതായത് രജോഗുണം നീങ്ങി സങ്കല്പങ്ങളും കാമനകളും അറ്റ് മനസ്സ് ശാന്തമായവനും വാസനാമാലിന്യങ്ങൾ തീർന്നവനും ബ്രഹ്മത്വം പൂകിയവനുമായ യോഗിയെ ഉത്തമമായ സുഖം സ്വയമേവ പ്രാപിക്കുന്നു. ബ്രഹ്മത്തെ അറിയുന്നവൻ ബ്രഹ്മമായി ഭവിക്കുന്നു. ബ്രഹ്മവിദ് ബ്രഹ്മൈവ ഭവതി എന്ന ശ്രുതിവാക്യം സ്മരണീയം. ശ്ലോകം 28.
യുഞ്ജന്നേവം സദാത്മാനം യോഗി വിഗതകൽമഷ സുഖേന ബ്രഹ്മസംസ്പർശം അത്യന്തം സുഖമശ്നുതേ. അന്വയം: ഏവം സദാ ആത്മാനം യുഞ്ജൻ യോഗി വിഗതകൽമഷഃ. ഇങ്ങനെ എപ്പോഴും മനസ്സിനെ ആത്മാവിലുറപ്പിക്കുന്നവനായ യോഗി പാപരഹിതനായി സുഖേന ബ്രഹ്മസംസ്പർശം അത്യന്തം സുഖം അശ്നുതേ. പ്രയാസം കൂടാതെ ബ്രഹ്മസ്പർശമായ പരമാനന്ദത്തെ പ്രാപിക്കുന്നു. അതായത് ഇപ്രകാരം എപ്പോഴും മനസ്സിനെ പരമാത്മാവിൽ ഉറപ്പിക്കുന്നവനായ യോഗി പാപരഹിതനായി, അതായത് വാസനകളെല്ലാം നീങ്ങിയവനായി, പ്രയാസം കൂടാതെ ബ്രഹ്മാനുഭൂതിയാലുള്ള പരമാനന്ദത്തെ പ്രാപിക്കുന്നു. ബ്രഹ്മജ്ഞാനിയായ യോഗിയെക്കുറിച്ചുള്ള വിശേഷണങ്ങൾ അടുത്ത ലക്കത്തിൽ തുടരും. ഇതി ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരി ഓം.